ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. കുറച്ചധികം കാലമായിട്ട് തിരക്കായതുകൊണ്ടാണ് പല വീഡിയോസും ഇടാനുള്ള സമയം കിട്ടാതെ പോയി. കുറച്ച് വീഡിയോസ് ഇട്ടിട്ടില്ല. വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു പുതിയ വർക്ക്ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ സംബന്ധമായിട്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച് ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലാണ്. കുറച്ച് മാസങ്ങളായിട്ട് അതിൻ്റെ തിരക്കായതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാണ്ട് വന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മൾ അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. 3-ാം തീയതി ആയിരുന്നു ഇനോഗ്രേഷൻ. ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് പുറകെ വരുന്നതാണ്. ചെറുതായിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ശരിക്കും ഇത് എറണാകുളം കോട്ടയം ബോർഡർ എടുക്കാറായിരിക്കുന്ന സ്ഥലമാണ്. കോട്ടയം എറണാകുളം എല്ലാവർക്കും വന്നു പോകാനായിട്ട് സൗകര്യമുള്ളൊരു റൂട്ടും കൂടിയാണ്. ഒപ്റ്റിമസ് എന്നാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ നമ്മൾ കയറി. ഇവിടെ നമ്മുടെ പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വണ്ടികൾ കയറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരുടെയും നല്ല കട്ട സപ്പോർട്ടുള്ളതുകൊണ്ടാണ് സാധിച്ചേക്കുന്നത്. ഗൾഫിൽ നിന്ന് വന്ന കാലം മുതൽ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എന്നെ വിശ്വസിച്ച് പലരും വണ്ടി സർവീസ് ചെയ്യാനും പണിയാൻ തന്നവരുടെയും ഒരു ട്രസ്റ്റാണ് ഈ ഒരു ലെവലിൽ വരെ എന്നെ എത്തിച്ചേക്കുന്നത്. അപ്പം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. വർക്ക്ഷോപ്പിൻ്റെ ഉൾവശം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് തന്നെ ഒരു സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഒരു ചെറിയ ആഡ് ഇട്ടിരുന്നു നമ്മുടെ ചാനലിലൂടെ, ഒരു സ്വിഫ്റ്റ് ഡിസയർ. അപ്പോൾ അത് എൻ്റെ തന്നെ സുഹൃത്ത് വാങ്ങാനായിട്ട് വരുന്നുണ്ട്. പുള്ളി നേരത്തെ ഒന്ന് കണ്ടുപോയായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ താക്കോൽ കൈമാറ്റൽ ചടങ്ങാണ്. അപ്പം അങ്ങനെ ഒരു സമയം കാര്യമൊക്കെ നോക്കിയിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വിഫ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോവുകയാണ്. പിന്നെ ഇപ്പുറത്ത് എൻ്റെ കൂടെയുള്ള നമ്മുടെ വർക്ക്ഷോപ്പിലെ പണിക്കാരുണ്ട്. അവർ രണ്ടുപേരും ഒരു ത്രോട്ടൽ ബോഡിയുടെ സർവീസും പരിപാടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. വാഗണാറിൻ്റെ ത്രോട്ടൽ ബോഡി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കെ സീരീസ് വാഗണാറിൻ്റെ ത്രോട്ടൽ ബോഡി. കണ്ടമാനം കരി അടിഞ്ഞിട്ട് RPM കുറയാണ്ട് ചിലപ്പം സ്റ്റക്കായി നിൽക്കുന്ന പ്രശ്നമുണ്ട്. എന്തായാലും നോക്കണം, സോൾവ് ചെയ്യണം. പിന്നെ ഇനി നമുക്ക് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ താക്കോൽ കൈമാറ്റുന്ന ചെറിയൊരു ചടങ്ങാണിത്. അപ്പം അങ്ങനെ സുഹൃത്തിന് നേരിട്ട് താക്കോൽ കൈമാറി കസ്റ്റമറിന് ഞാൻ തന്നെ കൊടുക്കണമെന്നായിരുന്നു ഇഷ്ടം. അങ്ങനെ ഞാൻ തന്നെയാണ് കൈമാറി വിട്ടേക്കുന്നത്. അപ്പം ഇത്രയും കാലം ഒരു കുടുംബത്തിലെ ഒരു അംഗമായി ഇരുന്നൊരു കാറും കൂടിയായിരുന്നു ഇത്. കാരണം നമുക്ക് വേണ്ടപ്പെട്ട അത്രയ്ക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ വണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ വണ്ടിയായിരുന്നു എന്ന് പറയാം. അങ്ങനെ ഇന്ന് ഇവിടുന്ന് ഇവിടെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഗാരേജിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഈ ഒരു സ്വിഫ്റ്റ്, അതേപോലെ നമ്മളൊരു വേറെ സിയാസിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോസ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ വണ്ടി സമയം അധികമായിട്ടുണ്ട്. രണ്ട് വണ്ടിയുടെയും ഡീറ്റെയിൽസും വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടെങ്കിലും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മുന്നേ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിൻ്റെ വണ്ടി തന്നെയാണ്. ഇനി അടുത്ത വാങ്ങുന്ന ആളും നമ്മുടെ അടുത്ത് വരാനിരിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ്. എല്ലാവരെയും പരസ്പരം അറിയാവുന്നതാണ്. ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വണ്ടി ഉള്ളത് കൊണ്ട് വിൽക്കുന്ന ആൾക്കും ഒരു പരിധി വിട്ടുള്ള നഷ്ടം വരാതെ, എന്നാൽ വാങ്ങുന്ന ആൾക്ക് വണ്ടിയുടെ യാതൊരുവിധ ഹിസ്റ്ററിയെക്കുറിച്ച് ഭയം ഇല്ലാതെ വിശ്വസത്തോട് കൂടി തന്നെ വണ്ടി വാങ്ങാനായിട്ട് സാധിക്കും. അപ്പം സിയാസും വലിയ താമസമില്ലാതെ ഓൾമോസ്റ്റ് പോകും. അതിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങൊക്കെ ചെറിയൊരു ഷോട്ടൊക്കെ ആയിട്ടിടാം. അതും ഏതാണ്ട് ഇന്നലെ രാത്രിയിലാണ് വന്ന് കണ്ട് ഫൈനൽ ചെയ്ത് പോയേക്കുന്നത്. അപ്പം ബാക്കി ഫൈനൽ ഡീൽ ഒരു പക്ഷേ മൺഡേയിലേക്കായിരിക്കും നടക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ചാനൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കേണ്ട. നമുക്ക് വീണ്ടും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.